Watch India's largest kids library only on Jio Hotstar. Download the app now. വേഗം വരൂ, നമുക്ക് നമ്മുടെ ജോലി നോക്കാം. ആരോ വരുന്നുണ്ട്, വേഗം പോയി ഒളിഞ്ഞോളൂ, വേഗം. എന്റെ അമ്മേ, എന്റെ ഷൂ ദേ പോയല്ലോ. വേഗം പോയി ഒളിച്ചോ, അല്ലെങ്കിൽ അവര് നമ്മളെ കാണും. നിന്റെ ഷൂ അവിടെ തന്നെ ഇരിക്കട്ടെ, വിട്ടേക്ക്. അവരെന്റെ ഷൂ എടുത്തു കൊണ്ടുപോയി. ഒരു കാര്യം ചെയ്യേ, നീ നിന്റെ ഷൂ മറന്നേക്ക്. ആദ്യം നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം. ഒന്ന് വേഗം വാ. അതെ, പിന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് തുളസി ഇട്ടിട്ട് ആ ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ. തൊണ്ട വളരെ മോശമായി കിടക്കുക. ശരി, ഉണ്ടാക്കി കൊണ്ടുതരാം. അല്ല, തൊണ്ടയ്ക്ക് ശരിയില്ലെങ്കിൽ പിന്നെ എന്തിനാ പാടുന്നേ? എന്റെ അമ്മോ, നേരം വെളുത്തില്ല. ഈ കിളികളെ കരയുന്നതിന് പകരം ഈ മുത്തശ്ശന്റെ പാട്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഓ, എന്താ ചെയ്യാ? ഈ ചെടികൾക്കൊന്നും മനസ്സമാധാനത്തോടെ വെള്ളമൊഴിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. എന്താ ഇത്? ഒന്നാമത്തെ ചെടികളൊക്കെ വാടിയിരിക്കുകയായിരുന്നു. നിങ്ങളുടെ പാട്ടും കൂടെ കേട്ടപ്പോ പിന്നെ പൂർണ്ണമായി. എന്റെ മുത്തച്ഛ, സൺഡേ മൺഡേ ആയി പോയല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് അലറുന്നേ? എന്റെ പൊന്നു മുത്തച്ഛ, ഒന്നും മിണ്ടാതിരിക്കേ. അയ്യോ മുത്തശ്ശ, ഒന്ന് വായടിക്കൂ പ്ലീസ്. കാലിനുള്ളവരെ കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി. ശിവയുടെ മുത്തശ്ശ ഒന്ന് നിർത്തു. ഈ പരിസരത്ത് വേറെ ആളുകൾ താമസിക്കുന്നുണ്ട്. അവരെ കുറിച്ച് ഇങ്ങനെ കുറച്ചൊന്ന് ആലോചിച്ചൂടെ? ഒന്നാമതെ അപശ്രുതി തന്നെയാ പാടുന്നത്. അതും അല്ലാതെ പരിസരത്തുള്ള ആളുകളുടെ പ്രാക്കും. ആർക്കും എന്റെ സംഗീതം ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ എത്ര നേരം കൊണ്ടാ ഒരു തുളസി ടീ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത് എന്നോട്. ഇനി അത് എപ്പോ ഞാൻ എന്റെ തൊണ്ടക്കുഴിയിലോട്ട് ഒഴിക്കും? അതിനുശേഷമല്ലേ എനിക്ക് നല്ല രീതിയിൽ പാടാൻ പറ്റുള്ളൂ. ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ? ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ ഈ അപശ്രുതി പാടാതിരിക്കേ. അതിനെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട, ഞാൻ വായ തുറക്കുന്നില്ല. അല്ല, ഇതിലെന്താ ഈ കിടക്കുന്നത്? ഇത് വളരെ ചെറിയ ഷൂ ആണല്ലോ. ഇതെങ്ങനെയാ ഇവിടെ എത്തിയത്? എവിടെ നിന്നാണാവോ? ഇത് കണ്ടില്ലേ, വളരെ ചെറിയൊരു ഷൂ എനിക്ക് ഇലകളുടെ ഇടയിൽ കിട്ടിയതാ. നോക്കിക്കേ ഇത് എങ്ങനെയെന്ന്. ഇത് എവിടെ നിന്നാണ് വന്നേന്ന് ഇപ്പൊ അതിശയം. ഇത്രയും ചെറിയ ഷൂവോ? മുത്തശ്ശി, നിങ്ങൾ ചായ ഇടുന്നതിന് മുമ്പ് പുറത്തെവിടെയെങ്കിലും പോയിരുന്നോ? ഞാൻ എങ്ങോട്ട് പോകാനാ മോനെ? ഞാൻ മോളില് തുളസി ചെടിയിൽ നിന്ന് തുളസി എടുക്കാൻ പോയതാ. മുകളിൽ തുളസി? ഞാനിപ്പോ വരാം മുത്തശ്ശി. ഓ എന്റെ മോനെ, ഇപ്പൊ നീ എങ്ങോട്ടാ പോകുന്നേ? എപ്പോ വരാം മുത്തശ്ശി. ദേ കിടക്കുന്നു എന്റെ ഷൂ. വേഗം വാ, വേഗം വാ. ഒരു ചെറുക്കൻ ദേ അവിടെ മറഞ്ഞിരുന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ ദേ നമ്മളെ കണ്ടിരിക്കുന്നു. ഇനി അവൻ പോയിട്ട് അവന്റെ ഫാമിലിയിലും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മളെ കുറിച്ച് പറയും. ഇവൻ കാരണം നമുക്ക് പ്രശ്നം കൂടാൻ പോവാ. അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ, നമുക്ക് ഇവനെ തട്ടിക്കൊണ്ട് പോവാം.
എന്താ അവന് നമുക്ക് പൊക്കാം. നീ പറഞ്ഞത് ശരിയാ. ഇവനെ അങ്ങനെ വിട്ടാ പറ്റില്ല കേട്ടോ. ഇവൻ എന്തായാലും നമ്മളെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ബാക്കിയും കൂടെ മനസ്സിലാക്കാനുള്ള അവസ്ഥ എന്താവും? ഒന്ന് വിട്ടേക്ക്. അവൻ പ്രശ്നക്കാരനാണെങ്കിൽ ഷൂ എന്തിനാ തിരിച്ചുകൊണ്ടെന്ന് വെക്കുന്നേ? അതാണ് അവന്റെ പ്ലാന്. ആദ്യം അവൻ ഇവിടെ ഷൂസ് വെച്ചു, എന്നാലല്ലേ അവന് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇവരെന്താ ഈ ചെയ്യുന്നത്? ഇനിയിപ്പോ അവരെ ആൾക്കാരെ വിളിക്കണോ? പക്ഷെ എന്തിനാ? എന്നത്? നിങ്ങളൊക്കെ ആരാ? ഇവിടെ എന്താ നടക്കുന്നത്? എനിക്ക് എന്താ തല കറങ്ങുന്നു. എനിക്ക് എന്താ സംഭവിക്കുന്ന? എനിക്ക് തല കറങ്ങാനും തോന്നുന്നു. ഇത് ശിവയുടെ മെസ്സേജ് ആണല്ലോ. Look up. Follow me. I'm in danger. അവിടെ നോക്കൂ, അവിടെ ശിവ is in danger. ആദി യുരി, let's follow him. ശിവയെ ആരാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്? എനിക്ക് തോന്നുന്നു ഏലിയൻസ് ആയിരിക്കുമെന്ന്. ഹലോ ലെഡി സിംഗ് സർ, വേഗം വരൂ. എമർജൻസി. യെസ് യെസ്, ഐ ആം കമ്മിങ്. ഡോണ്ട് വറി. ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ലഡ്ഡു സിംഗ് സർ, ഇത് ഡയലോഗ് അടിക്കേണ്ട സമയമല്ല. കം ഫാസ്റ്റ്. യെസ് യെസ്, ഞാൻ വരാം. ദാ ഇപ്പൊ എത്തുന്നേ. എന്താ പറ്റിയ രേവ? എന്താണ് ഒരു എമർജൻസി? ലഡു സിംഗ് സർ, ദേ അങ്ങോട്ട് മുകളിൽ നോക്ക്. ഏലിയൻസ് നമ്മുടെ ശിവയെ കൊണ്ടുപോകുന്നത് കണ്ടോ? എന്ത്? ആദ്യം വന്ന് അവര് ശിവയെയാണ് പിടിച്ചിരിക്കുന്നത്. ഇനി നമ്മളെ ആയിരിക്കും അടുത്ത് പിടിക്കാൻ പോകുന്നത്. മനുഷ്യനോ അല്ലെങ്കിൽ ഏലിയനോ ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ വരെ എവിടെയെങ്കിലും ഒരു കിഡ്നാപ്പിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ കിഡ്നാപ്പിംഗ് സ്വയം അവന്റെ കൂട്ടുകാരോട് പറയും. കിഡ്നാപ്പിംഗ് മതിയാക്കാം, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് സൈക്കിള് വിട്ടോ, എന്നിട്ട് പെട്ടെന്ന് എന്റെ ബൈക്കിൽ കയറി ഇരിക്കേ. അതാ ശിവ അവിടെയുണ്ട്. വേഗം പോകൂ. കിങ്, ഇവൻ ഒളിഞ്ഞിരുന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ നമ്മളെപ്പറ്റി ആരോടും പറയാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇവനെ ഇങ്ങോട്ട് പൊക്കിക്കൊണ്ട് വന്നത്. സത്യം പറയുവാണെങ്കിൽ ഇവന്റെ കഥ അവസാനിപ്പിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഞാൻ ആരോടും നിങ്ങളെ കുറിച്ച് പറയില്ല. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ആരാ, എവിടുന്നാ വന്നിരിക്കുന്നെന്ന് ഞാൻ അറിയണമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. എന്നെ വിശ്വസിക്കൂ. ഇവൻ ഈ പറയുന്നത് നുണയാണ്. ഈ നിമിഷം തന്നെ ഇവന്റെ കഥ അവസാനിപ്പിച്ചേക്കാം. എല്ലാവരും ഒന്ന് സമാധാനമായിരിക്കും. ഇവൻ എന്താ പറയുന്നെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ശിവ, നീ പേടിക്കരുത്. ലഡ്ഡു സിംഗ് ഇതാ എത്തിക്കഴിഞ്ഞു. കിങ്, ഇത് കണ്ടില്ലേ? ഇവന്റെ സുഹൃത്തിനെയും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവനെ വിടരുത്. പിടിക്ക്. ലഡു സിംഗ് സർ, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. നമ്മൾ ഇവരൊപ്പം വഴക്കിടണ്ട. ഇവരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. എന്റെ കൊതു കടിച്ചു. ഇതെന്താ ശിവ? എന്റെ ചുറ്റും ഈ നിൽക്കുന്നതെല്ലാം എനിക്ക് ഇതെല്ലാം വളരെ വലുതായിട്ടാണല്ലോ കാണുന്നത്. എന്താ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ മാറുന്നത്? അയ്യോ ലഡു സിംഗ് സാർ, ഇങ്ങനെ ചുറ്റിലും നോക്കുന്ന നിർത്തിയിട്ട് ആദ്യം നിങ്ങൾ തന്നെ നോക്കൂ. നിങ്ങൾ ചെറുതായിരിക്കുകയാണ്. എനിക്കിപ്പോ എന്താ സംഭവിച്ചത്? പറയൂ, എന്താ സംഭവിച്ചേ? നിങ്ങളൊക്കെ എന്തായി ചെയ്യുന്നത്?
ഇപ്പൊ അതൊന്നും പറയാൻ സമയമില്ല. അല്ല ശിവ, നിന്റെ കയ്യിലുള്ള ആ ചെറിയ മനുഷ്യൻ ആരാണ് പറ? ലഡു സിംഗ് സർ, എന്ത്? ഒന്ന് വേഗത്തിലോട്, അല്ലെങ്കിൽ നമ്മളും ഇതുപോലെ ആവും. വേഗം എന്റെ പുറകെ തന്നെ വരൂ. ശിവ, ടൈറ്റായിട്ട് പിടിച്ചോളൂ. മാറി നിൽക്കൂ. എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ ആഗ്രഹവുമില്ല. മാറി നിൽക്കൂ. ഓ, ഓ, ഏയ്, പോ. ശ്ശോ. നിന്റെ കളി അവസാനിപ്പിച്ചോ? ഇനി നിനക്ക് വിശ്രമിക്കാനുള്ള സമയ. അതും എന്നേക്കുമായുള്ള വിശ്രമം. ഓ, ഞാനും ചെറുതായോ? ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യവുമില്ല. പക്ഷേ നിങ്ങളൊക്കെ ഞങ്ങളെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങളെക്കുറിച്ച് ഒരാൾ മനസ്സിലാക്കിയത് കാരണം ഞങ്ങളിപ്പോൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങളെ ഇപ്പോൾ വിട്ടുകഴിഞ്ഞാൽ നിങ്ങളും ഞങ്ങളെക്കുറിച്ച് എല്ലാവരോടും പറയും. പിന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തേക്ക് വരാൻ കഴിയില്ല. ഇവരെ ആരെയും ബന്ധനസ്ഥരാക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇവര് രക്ഷപ്പെട്ടാലോ? ഇവരെ എല്ലാം കൊന്നേക്ക്. മനുഷ്യന്മാരെല്ലാം നമ്മുടെ ശത്രുക്കളാ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കഥ ഞാൻ കഴിക്കാൻ പോവുകയാണ് കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എനിക്കും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. പക്ഷെ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്, ശത്രു അല്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. നീ ശരിക്കും നല്ലൊരു മനുഷ്യനാണ്, മാത്രമല്ല ധൈര്യശാലിയുമാണ്. ഗുംനാം സിംഗ് എന്ന് പറഞ്ഞ ഒരാള് ആൾറെഡി ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. ഞങ്ങൾ എപ്പോഴും തുളസി ചെടിയിലാണ് ജീവിക്കാറ്. ഈ മലയിൽ ഒരുപാട് തുളസി ചെടികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ എല്ലാവരും തുളസിമല എന്ന് പറയുന്നത്. പക്ഷെ ഗുംനാം സിംഗ് എല്ലാ തുളസി ചെടിയും കൊണ്ടുപോയി. അത് ഞങ്ങളെ പിടിക്കാൻ വേണ്ടിയായിരുന്നു. എവിടെ കൊണ്ടുപോയി എന്നോട് പറയൂ. പക്ഷെ ആദ്യം നിങ്ങൾ ഞങ്ങളുടെ സൈസ് ഒന്ന് പഴയതുമാതിരി ആക്ക്. ഞങ്ങള് ടൈനി സൈസ് ആയിട്ട് മാറ്റിയിരിക്കല്ലേ. ഈ സൈസിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ ഒന്ന് നോർമൽ ആക്ക വേഗം. ശരി, ഇവരെല്ലാം പഴയതുപോലെ ആക്കിയേക്കും. അതെ അതെ, നമ്മളെല്ലാവരും നോർമൽ സൈസ് ആയി. ഗുംനാൻ സിംഗിന്റെ പേര് ഉടൻ തന്നെ വളരെ പേര് കേട്ടതായി മാറും. ആ തുളസി ചെടിയിലുള്ള ചെറിയ ആളുകളെല്ലാവരും എന്റെ അടുത്തേക്ക് ഓടി വരുന്ന ദിവസം ഇനി വിദൂരമല്ല. അവരെന്റെ ഈ കോളനിയിൽ എന്നോട് അഭയം ചോദിച്ചുകൊണ്ട് വന്നിരിക്കും. അതുവരെ ഞാൻ ഉണ്ടാക്കിയ ആ കോളനി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. ഹലോ ടൈനി മാൻസ്, എല്ലാവർക്കും സുഖല്ലേ? അല്ല, ഞാനെന്തിനാ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരടിപൊളി കോളനിയല്ലേ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ സുഖിച്ചു കഴിയുന്നേ. ഇനി കുറച്ചു ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ.
അതിനുശേഷം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും ഇതാ ഇവിടെ ഉണ്ടാവും. അതിനുശേഷം ഈ ലോകത്തിൽ എന്റെ പേരും പ്രശസ്തിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ലോകം മുഴുവനും എന്റെ കാൽപാദങ്ങളിലായിരിക്കും. അതുവരെ നമ്മളെല്ലാവരും സമാധാനത്തോടെ വേണം ഇവിടെ കഴിയാൻ. അതിനുശേഷം ശക്തി നമ്മളോടൊപ്പം മാത്രമായിരിക്കും. ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാണ്. ഇവിടെ മുഴുവനും ചുറ്റിനും തുളസിയുടെ കളിയാണല്ലോ. അതിന്റെ മുകളിൽ വട്ടത്തിലൊരു ഫ്രെയിം കാണുന്നില്ലേ? അതിനകത്ത് ഒരു ഹിഡൻ നെറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലും ആ തുളസിയുടെ മുകളിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ആ ഹിഡൻ നെറ്റ് പെട്ടെന്ന് നിങ്ങളെ വന്ന് പിടിക്കുന്നതായിരിക്കും. അതോടെ അവരുടെ പണി തീരും. അവര് പിടിച്ചോണ്ട് പോയി അവരെ എവിടെ വെച്ചിരിക്കുന്നേ? അറിയില്ല. ആ ആൾക്കാരെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകും. ഞങ്ങൾ അത്രമാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ പ്രശ്നം വ്യത്യസ്തമാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരുമായി തിരികെ പൊക്കോളൂ. ഞങ്ങൾ എങ്ങനെയെങ്കിലും പ്ലാൻ ചെയ്ത് രാത്രി സമയത്ത് നിങ്ങളുടെ ആൾക്കാരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം. ശിവ, ഞങ്ങൾ നിന്നെ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്നോട് ക്ഷമിക്കൂ സഹോദര, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. നോ ഹോട്ട് ഫീലിംഗ്സ് ബ്രോ. നോ ഹോട്ട് ഫീലിംഗ്സ്. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എല്ലാവരും എങ്ങനെ ഞങ്ങളെ ചെറുതാക്കിയോ അതുപോലെ ഗുംനാം സിംഗിനെയും ചെറുതാക്കി പിടിക്കാമായിരുന്നല്ലോ. ഗുംനാം സിംഗ് എന്തോ ഒരു ആന്റിഡോട്ട് കണ്ടുപിടിച്ചിട്ട് അവനും അവന്റെ ആൾക്കാരൊക്കെ അത് കുടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ ചെറുതാക്കാൻ കഴിയുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓ സാരല്ല, ഇന്ന് രാത്രി നിങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കും. ഓക്കെ ശിവ. ഇത് നല്ല സോഫ്റ്റ് ആണല്ലോ. അല്ല, ഇതെന്തായിരിക്കും ഇങ്ങനെ സോഫ്റ്റ്? ഏലിയൻസ് ആണോ ശിവ? ശരിക്കും ഏലിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ യൂഡേ, എപ്പം നോക്കിയാൽ നിനക്ക് ഏലിയൻസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നിന്റെ പുറകെ ഒന്ന് നോക്കൂ. അങ്ങനെ എന്തോന്നാ പുറകില്? നിങ്ങളെല്ലാവരും ഈ രാത്രിയിൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും വീടുകളിലേക്ക് പോ കുട്ടികളെ. കുട്ടിയൊന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. Don't worry. ഇങ്ങനത്തെ ഡോഗ്സിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഞങ്ങളുടെ കമാൻഡോ ട്രെയിനിങ്ങിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ, നിങ്ങൾ മാറി നിന്നോ. ഈ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തോളാം. കണ്ടോ ഡോഗീസ്, ഇത് കണ്ടോ? ഡോഗ് ഇങ്ങോട്ട് വന്നേ. വരാൻ. കഴിക്കേ, വേഗം കഴിക്കേ. കണ്ടല്ലോ, സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ. മതി മതി, ഇനി എന്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഇല്ല. ഇനി ഞങ്ങൾ അകത്തേക്ക് പോകാൻ അനുവദിക്കേ. എന്താ മനസ്സിലായില്ലേ? ബിസ്ക്കറ്റ് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ബിസ്ക്കറ്റ് നോ മോർ, നോ മോർ. ഓടിക്കോ. എന്നെ കടിക്കല്ലേ. വിടൂ, എന്നെ വിടാൻ. വേണ്ട വേണ്ട, ഞാൻ പോയിക്കോട്ടെ. എന്തിനാ എന്റെ പുറകെ എങ്ങനെ വരുന്നത്? എനിക്ക് പോണം.
ലഡു സിംഗ് സാറേ, ഇതെന്താ നിങ്ങള് നായയെ പോലെ സംസാരിക്കുന്നത്? 4 ഡോഗീസ് ചേർന്ന് എത്രയാ കടിച്ചെന്ന് അറിയോ? ഞാൻ മറന്നു, ഞാനിപ്പോ മനുഷ്യനാണോ അതോ ഡോഗി ആയി മാറിയോന്ന്. ലഡു സിംഗ് സർ, ഡോഗീസ് ഒക്കെ പോയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് റിലാക്സ് ആയിട്ടിരിക്കാം. താങ്ക് യു ശിവ, എന്നെ ഓർമ്മപ്പെടുത്തിയതിന്. സത്യം പറഞ്ഞ എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഐഡിയ വിട്ടിട്ട് വേറെന്തെങ്കിലും ആലോചിക്കാനാ. ഗുംനാം സിംഗിന്റെ വീടിന്റെ അകത്ത് കയറാൻ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്തേ പറ്റൂ. ഇതുപോലെയാ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരാളോട് ആൾക്കാർക്കൊക്കെ സംശയം തോന്നിയത്. അതായത് ആ കള്ളൻ അയാളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അയാള് മോഷ്ടിച്ച സാധനങ്ങൾ അയാളുടെ വീട്ടിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ആൾക്കാരൊക്കെ വിഷമിച്ചു. അങ്ങനെ ഞാൻ എന്റെ ബുദ്ധിയുള്ള തല കൊണ്ട് ഒരു ഐഡിയ ഒപ്പിച്ചു. അങ്ങനെ ഗ്രാമത്തിലുള്ള ഒരാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കള്ള പോലീസിന്റെ വേഷം കെട്ടിട്ട് അയാളോട് ചെന്ന് കാര്യം ചോദിക്കാൻ. എന്താ സംഭവിച്ചെന്നറിയോ? അയാള് പോലീസിന്റെ വേഷം ഇട്ട് ആ കള്ളന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. അങ്ങനെ ഗ്രാമത്തിലുള്ളവരും കയറി ചെന്ന് ആ വീട് മുഴുവൻ അന്വേഷിച്ചു. ആഹാ, ശരിക്കും അടിപൊളി ഐഡിയ തന്നെയാ. അതെ, ഞാനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇൻസ്പെക്ടറിന്റെ വേഷം കെട്ടി ആ ഗുംനാൻ സിംഗിന്റെ ബംഗ്ലാവിലേക്ക് ഞാൻ പോകും. അവിടെ ചെന്ന് ഞാൻ നന്നായിട്ട് അഭിനയിക്കും. എന്റെ അഭിനയം കണ്ടിട്ട് അയാൾക്ക് തീരെ മനസ്സിലാക്കാൻ കഴിയില്ല ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് പോലീസ് ഇൻസ്പെക്ടർ ആണെന്ന്. പക്ഷേ ലഡു സിംഗ് സർ, നിങ്ങൾ ശരിക്കും ഒരു റിയൽ പോലീസ് ഇൻസ്പെക്ടർ ആണല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ കള്ളത്തരത്തിൽ വേഷം ഇടണം? പറയൂ സർ. അതായത് ആ ഡോഗിനെ ഇത്രയ്ക്കും കടിച്ചത് കൊണ്ട് എന്റെ ബുദ്ധി ആകെ മരവിച്ച് പോയിരിക്കാണ്. ഒന്നുമില്ല, ഞാനങ്ങ് മറന്നു പോയി ഞാനൊരു ഒറിജിനൽ ഇൻസ്പെക്ടർ ആണെന്നേ. ഞാൻ നാളെ വാറന്റ് എടുത്തോണ്ട് ഗുംനാൻ സിംഗിന്റെ ബംഗ്ലാവിലേക്ക് ഞാൻ പോയിക്കോളാം. യെസ്. ആരാ നിങ്ങള്? ഇവിടെ എന്താ പണി? ഈ യൂണിഫോം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായില്ല എന്നുണ്ടോ? ഞാനാണ് ഇൻസ്പെക്ടർ ലഡു സിംഗ്. നിന്റെ മുതലാളി ഒന്ന് വിളിച്ചേ. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വാറന്റ് ഉണ്ട്. വാറന്റ്. ഈ ഗുംനാം സിംഗിന്റെ പേരിൽ വാറണ്ടോ? എന്ന് വെച്ചാൽ ഈ ഗുംനാം സിംഗും പ്രശസ്തനായിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി, നിങ്ങളിവിടെ എന്തന്വേഷിച്ചാണ് വന്നിരിക്കുന്നത് ഇൻസ്പെക്ടർ? നിനക്കെതിരെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് ഉണ്ട്. ഇത് കണ്ടല്ലോ, സെർച്ച് വാറന്റ്. ചെന്ന് സെർച്ച് റിസർച്ച് എന്ത് വേണമെങ്കിലും ചെയ്യ്. നിനക്കൊരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. ആ, ഒരു മിനിറ്റ്, ഈ കുട്ടികളൊക്കെ ആരാണെന്ന് പറയും? ഇവര് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാ. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ ഈ കുട്ടികൾ വരും കാലത്ത് നല്ല പോലീസുകാരായി മാറാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ കേസ് കഴിയുന്നത് വരെ ഇവര് എന്നോടൊപ്പം തന്നെ ഉണ്ടാവും. തനിക്ക് വല്ല പ്രശ്നമുണ്ടോ? പറ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ലഡ്ഡു സിംഗ് സാർ? നിങ്ങൾ പറയുന്ന കാര്യം മാറ്റാൻ മാത്രം എനിക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നോ പ്രോബ്ലം. ഈ വാർഡ്രോബിനകത്ത് എന്താ ഇങ്ങനത്തെ ഒരു ശബ്ദം വരുന്നത്? ഈ വാർഡ്രോബിനകത്തും അതേ ശബ്ദമാണല്ലോ വരുന്നത്. ഈ ശബ്ദം ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ. ഇത് അതേ ശബ്ദമാണല്ലോ. ഞാനിപ്പോ ഒരു പരുവത്തിലാവുന്ന തോന്നുന്നത്. അതെ, നിങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരു നല്ല ഡോഗീസ് ആണല്ലോ. ഇന്ന് എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ ബിസ്ക്കറ്റ് ഇല്ല. പ്ലീസ്, ഞാൻ പോയിക്കോട്ടെ. എന്നെ ഒന്ന് പോകാൻ അനുവദിക്കൂ. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. ഡോഗീസ് എന്നെ കടിക്കാൻ പോകുന്നു. രക്ഷിക്കണേ. ഓടിക്കോ, ഡോഗി വരുന്നുണ്ട്. വേഗം ഓടിക്കോ.
ഡോഗി എന്റെ പുറകെ തന്നെയാണല്ലോ വരുന്ന. എന്നാ പിടിച്ചോ. അല്ല പിന്നെ എന്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഇല്ല. വിടാനല്ല പറഞ്ഞ. അതെ, ഇവറ്റകൾക്ക് എന്റെ വണ്ടിയെ ഓടിക്കാൻ പറ്റിയല്ലോ. ഓടിക്കോ. അതെ, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല. രവ, അത് യുടി, നിങ്ങൾ എല്ലാവരും ആ ഭാഗത്തേക്ക് പോകും. ഞാൻ ഇവറ്റങ്ങളെ നോക്കിക്കോളാം. സോറി ഫ്രണ്ട്, എനിക്കിത് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഡോണ്ട് വറി, നിങ്ങളുടെ ആൾക്കാർ വന്ന് നിങ്ങൾ രണ്ടുപേരെയും രക്ഷപ്പെടുത്തും. ഓക്കെ? ലഡു സിംഗ് സാറിനെ കുറിച്ച് ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ലല്ലോ ശിവ. ലഡു സിംഗ് സാറിന് എന്ത് പറ്റി? ഇദ്ദേഹം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ലഡു സിംഗ് സാർ, ഒന്ന് നിൽക്കൂ. ലഡു സിംഗ് സാറേ, ബോധത്തില് വാ. നിങ്ങൾ മനുഷ്യനാണ്, മനുഷ്യൻ, അല്ലാതെ ഒരു ഡോഗി അല്ല. ആ ഡോഗീസ് എല്ലാരും ചേർന്ന് വീണ്ടും എന്നെ എല്ലാ സ്ഥലത്തും കടിച്ച് മറന്നുപോയി. അവറ്റങ്ങള് മറന്നുപോയി ഇന്നലെ എന്റെ കൈ കൊണ്ടാണ് ബിസ്ക്കറ്റ് വാങ്ങി തിന്നതെന്ന്. ഞാൻ അവറ്റങ്ങളെ ഏതായാലും വെറുതെ വിടില്ല. അതെ അതെ ലഡു സിംഗ് സാറേ, ഒരിക്കലും വിടരുത്. നിങ്ങൾ ആരാണെന്നുള്ള കാര്യം ശരിക്കും അവർക്കൊന്ന് കാണിച്ചു കൊടുക്കു സാർ. ആദി, അല്ലെങ്കിൽ 2 തവണ ഞാൻ കടി കൊണ്ടതാണ്. നീയാണെങ്കിൽ എന്നെ 3ാമത്തെ തവണ അവറ്റുകളുടെ മുമ്പിൽ പറഞ്ഞാക്കണമെന്നാണ് വിചാരിക്കുന്നത്. അവറ്റുകൾക്ക് എന്നെ അറിയില്ല, പക്ഷെ നിനക്കെന്നെ അറിയാമല്ലോ. എന്റെ വേദന ഒന്ന് മനസ്സിലാക്ക്. ലഡു സിംഗ് സർ, ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ വേദനയും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മൾ ടൈനി മാൻസിന്റെ കിങ്ങിനോട് പോയി സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ശിവ, എന്താ സംഭവിച്ചത്? നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞോ അതുപോലെ തന്നെ ഗുംനാങ് സിംഗിന്റെ വീട് മുഴുവനും ഞങ്ങൾ അടിച്ചു പരുക്കി. പക്ഷെ ഞങ്ങൾക്ക് ആരും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അതെങ്ങനെ സാധിക്കും ശിവ? ഞങ്ങളുടെ ഒരുപാട് ആൾക്കാർ അവിടെ വെച്ചാണ് കാണാതായിരിക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞതും ശരിയാണ്. ഒരു പക്ഷെ അവര് നിങ്ങളുടെ ആൾക്കാരെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ആ സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. നമ്മൾ നേരിട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി വേറെന്തെങ്കിലും വഴി ആലോചിക്കണം. ശിവ, ഐ ഹാവ് an idea. നമ്മളും എങ്ങനെയെങ്കിലും ചെറുതായിട്ട് മാറി അവിടേക്ക് പോയാലോ? അപ്പൊ ഗുംനം സിംഗ് നമ്മളെയും അറസ്റ്റ് ചെയ്ത് അവരുള്ള സ്ഥലത്തേക്ക് തന്നെ അയക്കൂലേ? നിന്റെ ഐഡിയ നല്ല ഐഡിയ ആണ്. കിങ്, നിങ്ങൾക്ക് ഞങ്ങളെ വീണ്ടും ചെറുതായിട്ട് മാറ്റാൻ കഴിയുമോ? അതായത് ഇതിനു മുമ്പ് ഞങ്ങൾ ചെറുതാക്കിയ പോലെ? അതെ ശിവ, തീർച്ചയായും. നിങ്ങൾ ഈ വിത്തുകൾ വാങ്ങിച്ചോളൂ. ഇത് നിങ്ങളുടെ വായിൽ വെച്ചോളൂ. ഇത് എത്ര സമയം നിങ്ങളുടെ വായിനകത്ത് ഇരിക്കുന്നുവോ അത്രയും സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് ചെറുതാക്കി വെക്കാൻ കഴിയും. ഇനി വലുതാകണമെങ്കിൽ ഇത് വായിൽ നിന്ന് തുപ്പിയാൽ മതി. ശിവ, ഇനി നിങ്ങളെ ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല. നിങ്ങളുടെ ഉയരവും വണ്ണവും നിറവും എല്ലാം ഞങ്ങളെ പോലെ ആയിരിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഞങ്ങളെ പോലെ പറക്കാനും കഴിയും. ലഡു സിംഗ് സർ, നിങ്ങൾ നോർമൽ സൈസിൽ പുറത്തിരുന്ന് നോക്കണം. എന്തെങ്കിലും എക്സ്ട്രീം പ്രശ്നം വന്നാൽ നിങ്ങൾ പോലീസ് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യണം. ഹോപ്പ്ഫുള്ളി അങ്ങനെയൊന്നും ആവശ്യം വരില്ലെന്നാ തോന്നുന്നത്. ഇപ്പൊ നീ തന്നെ ഇല്ലാന്ന് പറയുമ്പോ ഞാനും എന്തായാലും അവിടെ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ആവശ്യം എന്തിനാ വേണ്ടി വരിക? വേഗം വരൂ, നമുക്ക് ആ ചെടിയിൽ പോയി ഒളിക്കാം.
അലാറം അടിക്കുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട്. വേഗം വരൂ, വേഗം ചെന്ന് നോക്കാം. ഒന്ന് വേഗം വരൂ. ഇന്നെന്തായാലും രണ്ടിലൊന്ന് അറിയണം. ഇന്ന് നമ്മുടെ തോട്ടത്തിലേക്ക് വിരുന്നുകാർ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി മുതൽ ഈ ഗുംനാം സിംഗിന്റെ പേര് പ്രശസ്തമാവാൻ പോവുകയാണ്. ശിവാനി നമ്മളെന്താ ചെയ്യാ? വരൂ വരൂ, വേഗം ഇതിനകത്തേക്ക് കയറിക്കോളൂ. കയറിയില്ലെങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാത്തിനെയും ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ വേഗം വന്നോളൂ. അങ്ങനെ തന്നെ കയറ്. ടൈനി മാൻസ്, ലെറ്റ്സ് ഗോ ടു യുവർ ന്യൂ ഹോം. ന്യൂ ഹോം. ശരിക്കും ബുദ്ധിമാൻ തന്നെയാണ്. കണ്ടില്ല ശിവ, നമ്മൾ ഇവിടെയല്ലേ നിന്നോണ്ടിരുന്നത്. എന്നാൽ ഈ ട്രാപ്പ് ഡോറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഈ സ്ഥലമൊക്കെ നന്നായി ഒന്ന് ചുറ്റിക്കാണ്. നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ചെല്ല്, നിങ്ങൾക്ക് ഏത് വീട് വേണമെങ്കിലും അത് തിരഞ്ഞെടുത്തോളൂ. എന്നിട്ടിവിടെ മനസമാധാനത്തോടെ ജീവിച്ചോളൂ. എത്ര വേണമെങ്കിലും കഴിക്കാം, എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഏയ്, നിങ്ങളൊക്കെ ആരാ? നിങ്ങളെ കണ്ട ഞങ്ങളെ പോലെ തന്നെയുണ്ട്, പക്ഷേ നിങ്ങൾ വേറെയാണ്. നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങളുടെ കേക്ക് പിനോക്കിയാണ് അയച്ചത്. എന്താ ഇത്? ഇവർക്ക് എന്താ ഇങ്ങനെ വലുതാകുന്നത്? പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങൾ എല്ലാവരെയും ഇവിടുന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാനാ വന്നത്. വേഗം ഞങ്ങളുടെ പുറകെ വരൂ. വേഗം വേഗം എല്ലാരും മുകളിലേക്ക് വരൂ. ഇവിടെ ആരുമില്ല. എന്ത്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ടൈനി മാൻസ് എങ്ങനെയാണ് പുറത്തേക്ക് എത്തിയത്? അല്ല, ഇത് അവനല്ലേ? ഈ കുട്ടിയല്ലേ ഇന്നലെ ഇൻസ്പെക്ടറിന്റെ കൂടെ ഇവിടേക്ക് വന്നത്? ഇവരൊക്കെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ജങ്ക, മങ്ക, ചെല്ല്, ചെന്നവരെ പിടിക്ക്. രവ, അത് ഇയോടി, വേഗം പുറത്തേക്ക് പൊക്കോളൂ. നിങ്ങൾ ഇവരെയൊക്കെ എന്തിനാ അറസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നത്? സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുന്ന അവകാശം നിങ്ങൾക്ക് ഇവരെ അടുത്തൊന്നും എടുക്കാൻ പറ്റില്ല. എനിക്കും ഒരു സ്വപ്നമുണ്ട്. ഈ ലോകത്തിൽ ഇവരെ പോലെ മനുഷ്യർക്ക് വേണ്ടി ഒരു കോളനി നിർമ്മിച്ച് എനിക്ക് ഒരുപാട് പേരും പ്രശസ്തിയും ഉണ്ടാക്കണം. നിനക്ക് ഇവരെയൊക്കെ ഒരിക്കലും രക്ഷപ്പെടുത്താനാവില്ല. ചെറിയ കർഷൻ ഉണ്ട് അങ്കിൾ. അവരെല്ലാവരും എപ്പോഴോ രക്ഷപ്പെട്ടു പോയി. ഇപ്പോഴല്ലേ നിങ്ങളത് കണ്ടത്. ബൈ, ഞാൻ പോവാണ്. ഞാൻ നിന്നെ പോകാൻ അനുവദിച്ചാലല്ലേ നീ പോകൂ. ഞാൻ നിങ്ങളെ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല. ആൽഫ, ബ്രാവോ, ജോളി, സൾഫർ. നിങ്ങൾ 3 പേരും ലഡു സിംഗ് സാറിന്റെ ഒപ്പം അവരെ ബൈക്കിൽ വന്നേക്കൂ. ഞാൻ ടൈനി മാൻസിന്റെ ഒപ്പം പോയേ പറ്റൂ. ഒന്ന് വേഗമാവട്ടെ. അത്ര പെട്ടെന്ന് എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനാവില്ല. അവിടെയുണ്ട്. ഓ, ഇവരും പറന്ന് പുറകെ വന്നു. നിങ്ങൾ എല്ലാവരും മുന്നോട്ട് പൊക്കോളൂ. ഇവരുടെ കാര്യം ഞാൻ ഏറ്റു.
ഇത് നോക്കുകൂട്ടി, ഞങ്ങളുടെ ബോസ് ആജ്ഞാപിച്ചിട്ടുണ്ട്. അവർ പിടിച്ച ആൾക്കാരെ എല്ലാം അവർക്ക് തന്നെ വിട്ടുകൊടുത്തേക്ക്. അല്ലെങ്കിൽ എന്തായാലും അദ്ദേഹം നിന്റെ പണിയും തീർക്കും, ഉറപ്പാണ്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇന്ന് കമാൻഡോ ട്രെയിനിങ്ങിൽ പഠിച്ച നിങ്ങളുടെ വിദ്യകൾ ഉപയോഗിച്ചാലും ശരിയാകും. ഞങ്ങൾ ഈ നായകളെ നിന്ന് രക്ഷിക്കുക. നിങ്ങൾ എന്താ എന്റെ പേര് ഇങ്ങനെ കേറി ഇരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ വണ്ടി നല്ല സ്പീഡായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ. സീറ്റിൽ ചെന്ന് ഇരിക്കേ, ബൈക്കിന്റെ ബാലൻസ് തെറ്റുന്നു. ലഡു സിംഗ് സാറേ ഒന്ന് സൈഡില് നോക്ക്. ഞങ്ങളുടെ ലൈഫ് ബാലൻസ് ഇല്ലാതെ പോകും. ഞാൻ മുന്നോട്ട് നോക്കണോ അതോ സൈഡിലോ? എന്താ ഈ സൈഡില് എന്താണ്? നിങ്ങൾ ആരും എന്നെ ഓർത്ത് വിഷമിക്കണ്ട. പോകൂ, പറക്കൂ. ഇനിയും ഒരുപാട് ഗുണ്ടകൾ വരാൻ ചാൻസസ് ഉണ്ട്. ഞാൻ അവരെ തടയാം. ഈ കുട്ടി വരി വരിയായി എന്റെ എല്ലാ ആളുകളെയും അടിച്ചു പറപ്പിക്കുകയാണല്ലോ. ഈ കുട്ടിക്ക് ഞാൻ പേര് സമ്പാദിക്കുന്നത് ഒരിക്കലും തടയാനാവില്ല. ഇങ്ങനെ ബൈക്ക് ഓടിച്ചോണ്ടിരുന്ന നമുക്ക് ഈ ലോകം തന്നെ ചുറ്റി വരാം. കയ്യിൽ ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എറിഞ്ഞു കൊടുക്ക്. ഓടിക്കുന്ന ധൃതിയിൽ ഞാൻ അതൊക്കെ മറന്നു പോയതേ. ഇത്തവണ ഞാൻ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഡോഗിക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. ബിസ്ക്കറ്റ് തിന്ന് തിന്ന് നമ്മളെ ചേസ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഈ ഗുംനാബ് സിംഗിന്റെ പേര് തീർച്ചയായും വർദ്ധിച്ചേ മതിയാവൂ. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റും ഗുണമക്കൾ. ഇതുപോലെയൊക്കെ നന്നായി സംസാരിച്ച് നിനക്കെന്നെ ഒരിക്കലും തടഞ്ഞു നിർത്താനാവില്ല കുട്ടി. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഇന്ന പിടിച്ചോ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഗുംനാം സർ, നിങ്ങൾ ഇവർക്ക് ചെയ്ത കാര്യത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേര് കിട്ടും. പക്ഷെ അത് നല്ല ഒരു പേരായിരിക്കില്ല, ചീത്ത പേരായിരിക്കും. ശിവ, ജയിലില് ഞാൻ ഇവനൊരു പുതിയ പേര് വെക്കുന്നുണ്ട്. ബദ്നാം സിംഗ്.
അവിടെ ഇരുന്നോണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഈ ഡോഗുകൾക്കൊക്കെ നീ ബിസ്ക്കറ്റ് തിന്നാൻ കൊടുത്തോ അവറ്റകൾക്ക് വലിയ സന്തോഷാകും. ഞാൻ ബിസ്ക്കറ്റും കൊടുക്കില്ല, കഴിക്കത്തുമില്ല. എനിക്കിനി ചീത്ത പേര് വേണ്ട. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ശിവ, നിനക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇനി ഞങ്ങൾ പുതിയ തുളസി ചെടികൾ കൃഷി ചെയ്തേക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എടുത്തുനിന്ന് എന്തോ എടുത്തുവോ അത് നമുക്ക് ഒരു പുതിയ സ്ഥലത്തേക്ക് മാറ്റാം. ഇവിടെ നിന്നും നോർത്തില് ഒരു മൗണ്ടൻ ഉണ്ട്. അവിടെ നിന്ന് എനിക്കൊരു സീക്രട്ട് സ്ഥലം അറിയാം. അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ആരും ശല്യപ്പെടുത്തില്ല. നിങ്ങളെ പ്ലാൻസും ആരും എടുത്തോണ്ട് പോവില്ല. നിങ്ങൾ എല്ലാരും പൊക്കോളൂ, ഞങ്ങൾ അവിടേക്ക് വരാം. വളരെയധികം നന്ദിയുണ്ട് ശിവ. ഞങ്ങൾ നിനക്ക് വേണ്ടി അവിടെ കാത്തിരിക്കും. ബൈ. Watch India's largest kids library only on Geo Hotstar. Download the app now.